എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് പതിവ് പോലെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ക്ലീനിങ് കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് എന്തായാലും ഈ റൂം ചെയ്യാമെന്ന്. എല്ലാ ദിവസവും എനിക്കിങ്ങനെ ഫുൾ നമുക്കുള്ള 2 റൂമും ഹോള് കിച്ചണൊക്കെയാണ് നമുക്കുള്ളൂ. എന്നാലും എല്ലാ ഏരിയയും അടിച്ച് ക്ലീൻ ആക്കാനൊക്കെ ചിലപ്പോൾ ഇന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓരോ റൂം അല്ലെങ്കിൽ 2 റൂം മാത്രം അല്ലെങ്കിൽ ഒരു ദിവസം ഹോള് അങ്ങനെയൊക്കെ വ്യത്യാസം വരുത്തിയൊക്കെയായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ഈ റൂമൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ വന്നത് ഈവനിങ്ങിലത്തെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ റൂമൊന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ എന്നും തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ എനിക്ക് തുടയ്ക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ടൈമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ തുടയ്ക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബെഡ് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബെഡ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ബെഡും പില്ലോ കവറും ഒക്കെ ഒന്ന് ശരിയാക്കണം. രാവിലെ എനിക്ക് പോകുന്ന നേരത്ത് ബെഡ്ഷീറ്റൊക്കെ ചിലപ്പോൾ ചുക്കിച്ചുളിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കണേ. ചിലപ്പോൾ വേഗത്തിലൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ ഇട്ടിട്ട് പോകും. ചിലപ്പോൾ ലേറ്റ് ആവുന്ന സമയത്തൊക്കെ ഒന്നും ചെയ്യാൻ നേരം കിട്ടില്ല. അപ്പോൾ വേഗത്തിൽ ഓടും. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ബെഡൊക്കെ ഒന്ന് നന്നായി കിടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അങ്ങനെ അന്നത്തെ ജോലികളൊക്കെ അങ്ങനെ തീർത്ത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഈവനിങ്ങിൽ എടുക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഞാൻ അടുത്ത് ലിവിങ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. അപ്പോൾ ഇവിടെ ആയാലും അഞ്ചിൻ്റെ ബുക്സും ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം അവിടെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതുപോലെ സോഫ കവറൊക്കെ ഒന്ന് പ്രോപ്പർലി ഒക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ. രാവിലെ പറഞ്ഞ മാതിരി ഒന്നിനും സമയം കിട്ടാറില്ല. ആ കിടക്കുന്ന പോലെയൊക്കെ തന്നെ ഇട്ടിട്ട് പോകാനും നേരമുള്ളൂ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ച് പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുളിച്ച് റെഡിയായി ഒക്കെ സ്കൂളിലേക്ക് പോകേണ്ട സമയമാകുമ്പോഴേക്കും പിന്നെ ഒട്ടും തന്നെ നമുക്ക് എക്സ്ട്രാ ടൈം ഇല്ല. അത് തന്നെ ഞങ്ങൾ ആ ടൈം നോക്കിയാണ് നമ്മൾ കറക്റ്റ് ഇറങ്ങുന്നത്. ഒട്ടും എക്സ്ട്രാ ടൈം കിട്ടാത്തതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ ഈവനിങ്ങിൽ ഇപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കുറച്ച് മണി പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നമ്മുടെ ഡ്രോവറിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിലുകളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടോ. വെള്ളം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി വെള്ളം മാറ്റിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം മാറ്റാറായില്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റൂമൊന്ന് അടിച്ചു വരാമെന്ന് ഓർത്തു. അപ്പോൾ ഡോറിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ സാധാരണ അടിച്ചു വരാറ്, കിച്ചൺ സൈഡിലേക്ക്. അപ്പോൾ എന്തായാലും ചവിട്ടിയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കുടയണം എനിക്ക് നല്ലപോലെ. അപ്പോൾ ചവിട്ടി പുറത്ത് കുടയാനായിട്ട് കൊണ്ടുപോയി അതിനുശേഷം പുറത്തും ജസ്റ്റ് ഫ്രണ്ട് സൈഡിലൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാനുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അതിനുശേഷം റൂമിലേക്ക് കടന്ന് ബാക്കി സ്ഥലങ്ങളൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇരുട്ടാവും കേട്ടോ. പെട്ടെന്ന് സന്ധ്യയാവും. അപ്പോൾ പകൽ ടൈം നമുക്ക് ഡേ ടൈം വളരെ കുറവും നൈറ്റ് ടൈം കൂടുതലുമാണ്. അപ്പോൾ ഇരുട്ടാവും നമ്മൾ അറിയില്ല. വീട്ടിലേക്ക് വന്ന് ഒരു കുറച്ച് സമയം ചിലപ്പോഴൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ എണീക്കുമ്പോഴേക്കും തന്നെ ഇരുട്ടായ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും നമുക്ക് റൂമിലിപ്പോൾ ജോലികൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ റൂമിലെ അടിച്ചു വാരല് ക്ലീനിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നും നമ്മൾ അടിച്ചു വാരുന്ന വീടാണെങ്കിൽ പോലും എപ്പോൾ അടിച്ചു വാരിയാലും പിന്നെയും നമുക്ക് മണ്ണും പൊടിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ വീണ്ടും അടിച്ചു വാരി അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരുവിധം ക്ലീനിങ് ചെറിയ രീതിയിലൊക്കെ തീർത്ത് അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ബാക്കി വന്നെല്ലാം എടുത്തു വെച്ചായിരുന്നു. പക്ഷേ പ്ലേറ്റ്സ് കാര്യങ്ങളൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എണീറ്റിട്ടാണ് പിന്നെ ഞാൻ ഈവനിങ്ങിൽ ജോലിക്കൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് വരണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം കിടക്കണം ഇനി വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ പ്ലേറ്റുകളും ആ പാൻ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഗ്ലാസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്കൊന്ന് വാഷ് ചെയ്ത് വെക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി ആരംഭിച്ചിരിക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് എല്ലാം നീക്കി വെച്ചിട്ടുണ്ട്. ബേസിനിൽ വെള്ളം പോകാനായിട്ട് ഞാൻ ഒരു ബേസിനിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഞാനത് എടുത്ത് തിരിച്ച് വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വെക്കാറ്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇടാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് സിങ്കൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെയിം യൂസ് ചെയ്യാറുള്ള ലിക്വിഡ് എടുത്ത് യൂസ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഒരല്പം ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല് കിട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഹാൻഡ് വാഷ് നമുക്കൊരു 1-2 തുള്ളി നമുക്ക് ആ സിങ്കിലേക്കും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡും കൂടെ ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യണേ. അപ്പോൾ നല്ലൊരു ഷൈനിങ് വരും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, സിങ്കിൽ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ഷൈനിങ് ആണ്. നമുക്ക് നമ്മളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് അത് നമ്മൾ വിനീഗർ, അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ്, പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 3 കൂട്ടം കൂടെ കൂട്ടി ഉള്ള ഒരു ലിക്വിഡാണ്. അതിൻ്റെ കൂടെ ഇത്തിരി ഹാൻഡ് വാഷും കൂടെ ഞാൻ സെപ്പറേറ്റ് ഒഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബേസിൻ നമ്മുടെ സിങ്കൊക്കെ നല്ലപോലെ ക്ലീനായി. അപ്പോൾ അതിനുശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം. രാവിലെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടാട്ടോ പോയത്, പക്ഷേ അത് അത്രയ്ക്കും പോരാ. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്തിരിയൊക്കെ പൊട്ടും പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതൊക്കെ ഈവനിങ്ങിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തൽക്കാലം നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട്. പ്ലേറ്റ്സ് എല്ലാം കഴുകി കഴിഞ്ഞു. ഗ്യാസ് സ്റ്റവ് അതുപോലെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം നീറ്റ്ലി നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലേക്ക് കിടക്കാനും വർക്ക് ചെയ്യാനും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതെയൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതെ നമ്മൾ നോക്കിയാൽ എപ്പോഴും പാത്രങ്ങളൊക്കെ കണ്ടാലും വേഗത്തിൽ തന്നെ അത് കഴുകി വെക്കാൻ നോക്കാം. അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയാലും പൊടിയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വേഗത്തിൽ ക്ലീൻ ചെയ്യാൻ നോക്കും. പിന്നെ ഉച്ചയ്ക്ക് റൈസൊക്കെ ഞങ്ങൾ എടുത്തിട്ടും പിന്നെ കുക്കറിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല, അധികം റൈസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റാഞ്ഞത്. കുറച്ച് റൈസ് മാത്രമൊക്കെ ഉള്ളായിരുന്നെങ്കിൽ ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയൊന്നും വെച്ചില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കിച്ചൺ കണ്ടല്ലോ, അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയി. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് വിശ്രമിക്കാനായിട്ട് പിന്നെ അല്പം നേരം മൊബൈലൊക്കെ ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുക കേട്ടോ ലിവിങ് റൂമിൽ. അഞ്ചു ട്യൂഷന് പോയിരിക്കുകയാണ്. അതുപോലെ ചേട്ടൻ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ രണ്ടുപേരും പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ തൽക്കാലം കിച്ചൺ ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം മൊബൈലൊക്കെ ഒന്ന് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മൊബൈൽ നോക്കിയൊക്കെ ഇരിക്കുന്ന സമയത്താട്ടോ ഞാൻ നിങ്ങളുടെ കമൻസിന് റിപ്ലൈ ഒക്കെ തരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ടൈം കിട്ടില്ല. ഈവനിങ്ങിലൊക്കെ ഉറങ്ങി എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടിന്യൂസ് കിച്ചണിലെ വർക്കൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഇത്തിരി സമയമൊക്കെ കിട്ടാൻ മതി. അപ്പോൾ അങ്ങനത്തെയൊക്കെ ടൈമിലാണ്, അല്ലെങ്കിൽ പിന്നെ സൺഡേയിലൊക്കെയാണ് ഇരുന്ന് റിപ്ലൈ ഒക്കെ തരുന്നത് കേട്ടോ. രാവിലെ എനിക്ക് അധികം ടൈമൊന്നും കിട്ടാറില്ല, ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല ബിസിയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ടൈം വളരെ വിലപ്പെട്ട സമയമാണ്. ഒട്ടും തന്നെ സമയം നമുക്ക് എക്സ്ട്രാ കിട്ടില്ല ആ നേരത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം മൊബൈലൊക്കെ തോണ്ടിയിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഓരോന്നും അതിനിടയ്ക്ക് വല്ല ഷോർട്സോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിരുന്ന് ലയിച്ചിരുന്ന് കണ്ടുപോകും. അപ്പോൾ സമയം പോകുന്നത് അറിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അപ്പോൾ പിന്നെ വേഗത്തിൽ തന്നെ ചാടി എണീറ്റു. കാരണം 5 വരുമ്പോഴേക്കും എന്തെങ്കിലും അഞ്ചുവിന് ഉണ്ടാക്കി വെച്ചാൽ ഇഷ്ടമാണ്, ഉണ്ടാക്കി വെച്ചാൽ കഴിച്ചോളും, വിശന്ന് ഒക്കെ വരായിരിക്കും. അപ്പോൾ വിശപ്പുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു കഴിച്ചോളൂല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടുന്ന് എണീറ്റ് വീണ്ടും കിച്ചണിലേക്ക് കടക്കട്ടോ. അപ്പോൾ അങ്ങനെ മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഓർത്തു നേന്ത്രപ്പഴം വെച്ചുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഉണ്ടാക്കാനായാലും നല്ല എളുപ്പമാണ്, വേഗത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിശപ്പൊക്കെ മാറിക്കിട്ടാനും പറ്റിയ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു വെല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ പാനിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, കഷ്ടി മതി 1/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ മറ്റു ജോലികൾ ചെയ്യുമ്പോഴേക്കും തന്നെ ഉരുക്കി വന്നോളും. ജസ്റ്റ് ഒന്ന് അടുപ്പത്തേക്ക് നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കി ഒന്ന് വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ 3 നേന്ത്രപ്പഴം എടുത്ത് അത് നല്ലപോലെ പഴുത്തത് നോക്കിയിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വട്ടത്തിൽ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് വട്ടത്തിൽ വേഗത്തിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ
ഉള്ള ഒരു രീതിയുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യണം. ഏത് രീതിയിൽ കട്ട് ചെയ്താലും നമുക്ക് പ്രോബ്ലം ഇല്ല, നമുക്കത് കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പഴം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇളക്കി കൊടുത്ത് ഞാൻ ഫ്ലെയിം ഇത്തിരി ലോ ആക്കി ഇട്ടേക്കണം. പിന്നെ ഇവിടെ ഒരു കുറച്ച് അവലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൽ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുടിക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കുന്നതല്ല ഇതിലേക്ക്, അതിനൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കഴിയുമ്പോൾ അത് നല്ലപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ അതിന് ശേഷം പിന്നെ അതങ്ങനെ സോഫ്റ്റ് ആവാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ അതിൽ നിന്ന് അത് കഴുകി വാരി എടുക്കുന്ന പോലെ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്ക് അവലിനെ സെപ്പറേറ്റ് ആക്കണം. വെള്ളം നമുക്ക് കളയാൻ വേണം അതിൽ നിന്ന്. അങ്ങനെ വെള്ളം കളഞ്ഞ് നമ്മൾ അവൽ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവലിന് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുന്നിടത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അടുത്ത് റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാനിലേക്ക് ശർക്കര നമ്മൾ ഉരുക്കിയതിലേക്ക് നമുക്കൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കാൻ പറഞ്ഞാൽ. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. പിന്നെ നെയ്യൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോൾ നേന്ത്രപ്പഴവും ശർക്കരയും കൂടിയായിട്ട് നല്ലപോലെ മിക്സ് ആക്കി അതിന് ശേഷം അടുത്തത് നമ്മൾ അവൽ നനച്ചിവിടെ വെച്ചിരുന്നത് കുതിർന്നിരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റി കോമ്പിനേഷൻ ആട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ടായിട്ട് ഒരു പൊട്ട് മാത്രം മതി, ഒരു ശകലം. പിന്നെ അതിനുശേഷം ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ആക്കാം. അതിനുശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് അതിനകത്തേക്ക് തേങ്ങ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും ആയിട്ട് നല്ലപോലെ മിക്സാക്കി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഏലക്കായും ജീരകം പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇതും കൂടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തേങ്ങയിൽ നമുക്ക് ആ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്തിരി നേരം നമുക്ക് ആ പഴമൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എടുത്ത് നമുക്ക് അടപ്പ് മാറ്റി തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി അതിനകത്തുള്ള വെള്ളം പോലെയൊക്കെ ഇരുന്ന ശർക്കരയുടെ പാനിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കൊച്ചുമക്കളുള്ളവർക്കും പിന്നെ വീട്ടിൽ വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയും നല്ല ചേർക്കുന്ന, ശർക്കര ചേർക്കുന്ന, അതുപോലെ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒത്തിരി ടൈം ടേക്കിംഗ് ഐറ്റം നല്ലത്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തതുകൊണ്ടാണ് ഇത്രയെങ്കിലും ടൈം എടുത്തത്, അല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടോ. ചൂടപ്പാടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തണുത്തതിന് ശേഷം കഴിക്കാനാണെങ്കിലും ഒന്നും പറയേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജുനും ചേട്ടനൊക്കെ കൊടുത്തു. അവരിതാ TV ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് പപ്പ? ഇഷ്ടപ്പെട്ടോ? അഞ്ജു സൂപ്പർ. അങ്ങനെ ഞങ്ങളുടെ സ്നാക്കൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിയാറായിപ്പിക്കും. ഞങ്ങളുടെ പാലുകാരൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പോയി പാല് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് നമുക്ക് പാല് എത്തുന്നത് ഇവിടെ. നമുക്ക് ഈവനിങ് ടൈമിൽ മതി എന്ന് പറഞ്ഞിട്ടാട്ടോ, അല്ലെങ്കിൽ രാവിലെയും കൊണ്ടുവന്ന് നമുക്ക് പാല് കൊണ്ടുവന്ന് തരും. പക്ഷെ രാവിലെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈവനിങ് ടൈമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ പാലെത്തി. അങ്ങനെ പാല് ചേട്ടൻ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ച് പാത്രം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് എനിക്ക് കിടക്കണം. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് എനിക്കിതാ ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ പീസുകൾ വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കാശ്മീരി മുളക് പൊടി അത് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്.
പിന്നെ എരിവിനുള്ള മുളക് പൊടി. വേറെ അധികം മസാലകളൊന്നും ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈയിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ പീസിനൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഇല്ലാതെ വറുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോഴേക്കും എന്താ പാല് ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിടാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്കൊന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ ചെറുനാരങ്ങ നീരിന് പകരം ഞാൻ അങ്ങനെ ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ നീരിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 എണ്ണം എടുത്ത് അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ആക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് പീസുകളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കഴിക്കാനൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹാർഡായിട്ടിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ട്, അതുപോലെ തന്നെ വേഗത്തിൽ കുക്കായും കിട്ടും. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനീഗർ ചേർത്താലും മതി കേട്ടോ ഇത്തിരി. പിന്നെ ഞാൻ ഇവിടെ അടുത്തത് ചേർക്കുന്നത് ഇത്തിരി കോൺഫ്ലവർ ആണ്. അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പീസിനൊക്കെ ഒരു കോട്ടിങ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ചിക്കൻ പീസുകളൊക്കെ നല്ല എന്താ പറയുക വിട്ട് കിട്ടും, നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ പുറത്ത് ഞാൻ അങ്ങനെ അതിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി ഒരു 5 മിനിറ്റ് നീക്കി വെക്കണം. അങ്ങനെ അത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വറുക്കാം. കാരണം നമ്മളത് കോൺഫ്ലവറിൻ്റെ കോട്ടിങ്ങൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ അങ്ങനെ വിട്ടു പോകുന്നില്ല. മസാലയൊക്കെ നമ്മൾ തേച്ചേക്കുന്നത് പിടിച്ചിരുന്നോളും. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്തു വെക്കേണ്ടടത്തേക്കൊക്കെ എല്ലാം എടുത്തു വെക്കണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്ന ടിഫിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരെയൊക്കെ സെറ്റാക്കി മുകളിലെടുത്ത് വെക്കണം. അതുപോലെ കുക്കർ, മറ്റ് പാത്രങ്ങളുണ്ടായിരുന്നു, എല്ലാം അടച്ച് എടുത്തു വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി പിന്നെ എനിക്ക് രാത്രിയിലേക്ക് റൈസ് ഒന്നും ഉണ്ടാക്കണ്ട. കാരണം റൈസ് കുറച്ചിരിപ്പുണ്ട്, ചപ്പാത്തി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ചൂടാക്കി എടുക്കാറുണ്ട് റൈസ് ഒന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവി കയറ്റാന്ന് വിചാരിച്ചത്. ആ പാത്രത്തിൽ വെള്ളം എടുത്ത് റൈസ് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്ത് ഒന്ന് ആവി കയറ്റാനായിട്ട് അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ റൈസൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായി. 5 മിനിറ്റ് മതി നമുക്കൊന്ന് റൈസിലേക്ക് ഒന്ന് ആവി കയറി കിട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പാൻ അടുപ്പത്ത് വെച്ചേക്കണം. പാനിലേക്ക് ആവശ്യത്തിന് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തത് ആ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിലൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷമാണ് ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വേഗത്തിൽ നമുക്ക് കുക്കായി കിട്ടും. കാരണം നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി സമയം എടുക്കില്ല ഇത് കുക്കാവാനും. അതുപോലെ തന്നെ സോഫ്റ്റായും കിട്ടും. അങ്ങനത്തെ 2 ഗുണങ്ങളുണ്ട് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വറുക്കുന്ന സമയത്ത് ചെറുനാരങ്ങ വീട്ടിലില്ലെങ്കിൽ അല്പം വിനീഗറെങ്കിലും ചേർത്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ടിപ്പാട്ടോ. കാരണം നമ്മൾ വറുത്തെടുക്കുന്ന ചിക്കൻ പീസുകളെല്ലാം നല്ല സോഫ്റ്റായി കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരി മാറ്റണം. ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടെ എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത സെറ്റും ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അഞ്ജുനോടൊന്ന് കോരി മാറ്റുന്ന പറഞ്ഞാൽ അഞ്ജു മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജുവിനെ ഞാനപ്പോൾ ആ ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടെ കിവി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രൂട്ട് അഞ്ജുന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെ കൊണ്ട് മറ്റുള്ള ഫ്രൂട്ട്സിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. ബൈ ബൈ.